നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യാബേജ് തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒട്ടുമിക്ക പേർക്കും ക്യാബേജ് തോരൻ എങ്ങനെ തയ്യാറാക്കണമെന്ന് അറിയാം. എങ്കിലും ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ ഒരു ക്യാബേജിൻ്റെ കാൽഭാഗം ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പ് ചെയ്തിട്ട് എടുക്കാം. അടുത്തതായിട്ട് വേണ്ടത് ഉലുവയുടെ ഇലയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉലുവയുടെ ഇലയാണിത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലീഫാണ് കേട്ടോ. അത് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടെടുക്കുക. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് വേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് വേണമെങ്കിൽ കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. മറ്റ് ഇൻഗ്രീഡിയൻസ് ഇഞ്ചി, സവോള, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക്. ഒരു പാൻ ചൂടാക്കുക. എന്നിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കണം. പിന്നെ പച്ചമുളകും സവോളയും ചേർത്ത് കൊടുക്കുക. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതുപോലെ എടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഞാനിതിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും സവോളയ്ക്കുള്ള ഒരു പച്ചമണം മാറി വരുമ്പോൾ അതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് ഉലുവയുടെ ഇല ചേർത്ത് കൊടുക്കുക. ഉലുവയുടെ ഇല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലീഫാണ്. നമുക്ക് ഉലുവയുടെ ഇല കൊണ്ടുള്ള തോരനും ഇതുപോലെ ചെയ്തെടുക്കാം. അന്നേരം നമുക്കിതിലോട്ട് കാബേജ് ചേർത്ത് കൊടുക്കാതിരുന്ന ഉലുവ തോരനായിട്ടും ഉപയോഗിക്കാം കേട്ടോ. ഏകദേശം 1 മിനിറ്റോളം നമ്മളിതൊന്ന് വഴറ്റിയെടുത്തു. ഇനി അതിലോട്ട് കാബേജ് ചേർത്ത് കൊടുക്കുക. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഉലുവയുടെ ഇല ചേർക്കുമ്പോൾ ഒരു കനപ്പ് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട. ഒരു കനപ്പ് ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഉലുവയുടെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ക്യാബേജ് ഓവർ കുക്കഡായി പോകരുത്. വല്ലാതെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാബേജിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ആകെ അങ്ങ് കുഴഞ്ഞു പോകും. ഒരു ചെറുതായിട്ട് നമുക്കൊരു ക്രഞ്ചിനെസ് ഫീൽ ചെയ്യണമെങ്കിൽ ഒത്തിരി അങ്ങ് കുക്കാക്കി എടുക്കരുത് കേട്ടോ. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് തുറന്ന് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റും കൂടിയും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഉലർത്തിയെടുത്തിരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ട്. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതും കൂടി പ്രസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പം നമ്മുടെ ക്യാബേജ് തോരനെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു ക്യാബേജ് തോരന്. നമുക്ക് ചോറിൻ്റെ കൂടെ അച്ചാറും തൈരും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.